എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയ റെസിപ്പിയാണ് സ്വീഡിഷ് പ്രിൻസസ് കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, സ്വീഡനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊന്നും കാണാൻ കിട്ടാത്ത രീതിയിലുള്ള ഒരു അടിപൊളി രീതിയിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഐസിങ്ങും ഒക്കെ നമ്മളിന്ന് തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ പലതരം ഐസിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഐസിങ്ങും അതുപോലെ തന്നെ കേക്കിന് പ്രത്യേകതയുണ്ട്. അതുപോലെ നമ്മൾ ലെയർ ചെയ്യുന്നതിനും ഒക്കെ ഒരു പ്രത്യേകതയുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി കഴിച്ച് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് സൗണ്ട് ഇല്ലാതെ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്താണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്നെയുമല്ല, ഇതിൻ്റെ ഐസിങ് ഞാൻ റെഡിമെയ്ഡാണ് അന്ന് യൂസ് ചെയ്തത്. ഇന്ന് ഞാൻ ഈ ഒരു ഐസിങ്ങും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 മുട്ടയാണ് വേണ്ടത്. അതിൽ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കണം. വെള്ളയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഇലക്ട്രിക് ബീറ്ററും എടുക്കാവുന്നതാണ്. പക്ഷേ മിക്സി വെച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ശരിയായിട്ട് വരില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതുപോലൊരു വിസ്കാണ്. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടിത്തവി വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, ഇതൊരു 100 ഗ്രാം പഞ്ചസാര ഉണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് കറക്റ്റ് ഒരു 8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ മുട്ട എടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ. വെള്ളമയം ഒന്നും കാണരുത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഒരുപാട് പഴക്കം ചെന്ന മുട്ടയും ഇതുപോലെ ബീറ്റായി വരില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതും ഈ ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതുപോലെ ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെള്ളയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു വിസ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ സ്പാറ്റിലോ ഒന്നും എടുക്കുന്നില്ല. ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ ഫോൾഡ് ചെയ്യുക. അത്ര പെട്ടെന്നൊന്നും ഈ ഒരു ബാറ്ററിൻ്റെ ഫ്ലഫിനെസ് പോവില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലെമണാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓറഞ്ച് സ്പോഞ്ച് കേക്ക് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൂടി ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ലെമണിൻ്റെ സെസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെമണിൻ്റെ തൊലി എടുക്കുമ്പോൾ വെള്ള ഭാഗം വരാതെ എടുക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറുനാരങ്ങ അല്ല ഇത്, അത് ലൈമാണ്. ഇത് ലെമണാണ്. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രാം വരും. ഈ ഒരു കേക്ക് മൈദ വെച്ചിട്ടും ഗോതമ്പ് പൊടിച്ചിട്ട് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു കേക്ക് വരും. അപ്പോൾ ഇത് ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഈ പൊടി നമ്മൾ 3 തവണകളായിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ബാറ്റർ തന്നെ നല്ല ഫ്ലഫി ആയിട്ടിരിപ്പുണ്ട്. അത് താന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെറും 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെണ്ണ ഉരുക്കിയതോ, അതായത് ബട്ടർ ഉരുക്കിയതോ നെയ്യ് ഉരുക്കിയതോ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെറും 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഓയിൽ ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുപോലെ ബേക്കിംഗ് പൗഡറും സോഡയും ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അതിന് മുൻപായിട്ട് നിങ്ങൾ സോസ് പാനിലോ കുക്കറിലോ ആണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഓവൻ ആണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ റൗണ്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 150 ഡിഗ്രിയിലാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ 30 മിനിറ്റ് ഇത് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് ബേക്ക് ചെയ്യുക. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ ഒരു 170 ഡിഗ്രി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് വേണം അവസാനത്തെ 3 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് നമ്മൾ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണ്.
അപ്പോൾ ഇങ്ങനത്തെ കേക്കാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് എത്ര കിലോഗ്രാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് തൂക്കി നോക്കിയപ്പോൾ 388 ഗ്രാം ആണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കസ്റ്റാർഡ് ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് നല്ല ഫുൾ ഫാറ്റുള്ള പാലെടുത്തിട്ടുണ്ട്. അതായത് പാട നീക്കാത്ത പാലാണ്. അപ്പോൾ ഈ ഒരു പാല് ഇനി നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 കപ്പ് പാല് ചേർക്കുകയാണെങ്കിൽ അത് വറ്റിച്ച് ഒരു 1.25 കപ്പ് ആക്കിയെടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമ്മളിവിടെ കസ്റ്റർഡ് തയ്യാറാക്കി എടുക്കുന്നത് കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വഴിയെ മിക്സ് ചെയ്യാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കുറച്ച് കൂടുതൽ വേണ്ടി വരും, കാരണം കസ്റ്റർഡിന് കുറച്ച് മധുരം വേണം. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര എങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഗ്ലെസ് കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ അത് എഗ്ലെസ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് പാലെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഈ ഒരു കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഇല്ലാന്നുള്ളവർ വിഷമിക്കേണ്ട, ഈസി ആയിട്ട് കസ്റ്റർഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്തും വെക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പാലിലേക്കാണ്. അപ്പോൾ ഇതിനി കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ പാലിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടിയിട്ട് നമുക്ക് കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാലിൽ അലിയിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ കസ്റ്റർഡ് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. കസ്റ്റർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കസ്റ്റർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഇരിക്കുന്നതോറും ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാർസിപ്പാൻ ഐസിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മാർസിപ്പാൻ ഐസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് കവർ ചെയ്യുന്ന ഐസിങ്ങിനെയാണ് മാർസിപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് ബദാം പൊടിച്ചതും അതുപോലെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ തേൻ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം വേണം. ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഷ്ടമുള്ളൊരു ഫുഡ് കളറും എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ ബദാം പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബദാം പൊടി നിങ്ങൾക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ബദാം പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക, ഒട്ടും കട്ടകളില്ലാതെ. അപ്പോൾ ഈ ബദാം പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ തേൻ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള മറ്റൊരു ചേരുവയും ഇല്ലാതെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തേൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേൻ മാത്രം ഇടുമ്പോൾ അത് നമുക്ക് കുഴയ്ക്കാനുള്ള പരുവമാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് കുഴയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കൈവച്ചിട്ട് കുഴയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ്. ഇനി 2 ടേബിൾ സ്പൂൺ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം നല്ല സ്റ്റിക്കി ആയിട്ട് കയ്യിലൊട്ടി പിടിക്കും. പക്ഷേ നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പച്ച കളറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ ഐസിങ് ചെയ്യുന്നത് ഒരു പിങ്ക് കളറിലാണ്. അപ്പോൾ യൂഷ്വലി ഇവിടെ സ്വീഡിഷ് പ്രിൻസസ് കേക്ക് കിട്ടുന്നത് ഈ ഒരു പച്ച കളറിലാണ്. ഈ എക്സാക്ട് കളർ എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിങ്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഏറ്റവും നല്ലത്. പിങ്ക് വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. ഇനി വൈറ്റ് ഫുഡ് കളർ ആണെന്നുണ്ടെങ്കിൽ വൈറ്റും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിത് പരത്തിയിട്ട് കേക്ക് കവർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഐസിങ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പരത്തി നോക്കാം. അപ്പോൾ നമ്മൾ പരത്താൻ നേരത്ത് കുറച്ച് പൊടിച്ച പഞ്ചസാര ഒന്ന് തൂക്കി കൊടുത്തിട്ട് വേണം പരത്താനായിട്ട്. നല്ല സ്മൂത്തായിട്ട് നമുക്കിത് പരത്താം. നല്ല അതായത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും
ബെറ്ററായിട്ട് നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് ആണ് ഈ ഒരു ഐസിങ് തയ്യാറാക്കിയത്. അപ്പോൾ ഐസിങ് ആദ്യം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇത് വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കാണിച്ചേനെ. ഈ കേക്കിൻ്റെ പച്ച കളറിലുള്ള ഐസിങ് ഞാൻ കുറേ നാളായിട്ട് ഇതുപോലെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പം കേക്ക് ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഈ അടുത്ത് സമയം കിട്ടിയപ്പോഴാണ് ചെയ്തത്. അപ്പോൾ കരുതി ഈ ഐസിങ്ങും കൂടെ കാണിച്ചാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഐസിങ് കാണിക്കാതെ കേക്ക് മാത്രം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പാടായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഐസിങ് കൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബദാം പൗഡറൊക്കെ ഈസിലി നമ്മുടെ കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫോണ്ടൻറ്റിനെക്കാട്ടിലും 100 ഇരട്ടി ടേസ്റ്റാണ് ഈ ഒരു ബദാം ഐസിങ്ങിനുള്ളത്. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കേക്ക് അസംബിൾ ചെയ്യുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ 4ആയിട്ടാണ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ 4ആയിട്ടോ 3ആയിട്ടോ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാലും മിനിമം 3ആയിട്ട് കട്ട് ചെയ്യണം. 2ആയിട്ട് കട്ട് ചെയ്താൽ ശരിയാവില്ല. 3ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ കട്ട് ചെയ്യാം. നമ്മളിവിടെ 4 ഈക്വൽ സൈസിലുള്ള ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡാണ്. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സ്പാറ്റില വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിപ്പം ഇവിടെ ഇതുപോലെ റെഡിമെയ്ഡായിട്ടുള്ള ഫോണ്ടൻ, അതായത് മാർസിപ്പൻ ഐസിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇവിടെയൊക്കെ യൂഷ്വലി നമ്മൾ ഗ്രീൻ കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളറിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഐസിങ്ങിൽ പിങ്ക് കാണിച്ചത്. പക്ഷേ ഈ ഗ്രീൻ കളറ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. അപ്പോഴാണ് നല്ലൊരു ഭംഗിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു റോളായിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പം ഇത് തുറക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഐസിങ് തയ്യാറാക്കി നേരത്തെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുട്ടി ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം ആവശ്യമുള്ളപ്പം എടുത്ത് നോർമൽ ആയതിനു ശേഷം പരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെർഫെക്റ്റായിട്ട് കേക്ക് കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് നാളായി ഇത് വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് പതുക്കെ ഇതൊന്ന് നമുക്ക് എടുത്തിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്യാം. അപ്പോൾ സ്വീഡിഷ് പ്രിൻസസ് കേക്ക് അങ്ങനെ പേര് വരാൻ കാരണം ഈ ഒരു കേക്ക് ഒരു 1948 കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം സ്വീഡിഷ് രാജകുമാരിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കേക്കാണ് സ്വീഡിഷ് പ്രിൻസസ് കേക്ക്. അതുകൊണ്ടാണ് കേക്കിന് സ്വീഡിഷ് പ്രിൻസസ് കേക്ക് എന്നുള്ള പേര് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ ഐസിങ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ലെയർ കേക്ക് എടുത്ത് വെക്കുക. ഇതിൻ്റെ ഐസിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യത്തെ ലെയറിൽ ജാമാണ് ഇടുന്നത്. ജാം എന്ന് പറയുമ്പോൾ യൂഷ്വലി റാസ്ബെറി ജാമാണ് ഇവിടെ എടുക്കാറ്. റാസ്ബെറി അല്ലെങ്കിൽ സ്ട്രോബെറി ജാം എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ആണെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. എന്തായാലും റെഡ് കളറിലുള്ള ഒരു ജാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോഴാണ് ആ കേക്ക് മുറിക്കുമ്പോൾ കാണാനായിട്ടൊരു ഭംഗി വരിക. അപ്പോൾ ഞാനിവിടെ ലിങ്കൺ ബെറി ജാമാണ് എടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ആദ്യത്തെ രണ്ടാമത്തെ ലെയർ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ക്രീം, അതായത് കസ്റ്റാർഡ് ഫില്ലിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. നല്ല തിക്നെസ്സിൽ തന്നെ ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് ക്രീം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ചേർക്കാതെയാണ്. മുട്ടയുടെ ആ ഒരു ഇതിലാണ് കേക്ക് നല്ല എയറി ആൻഡ് സോഫ്റ്റായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ബേക്കിംഗ് പൗഡറും സോഡയും ഇടാത്ത ഒരുപാട് ടൈപ്പിലുള്ള കേക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കണ്ടു നോക്കണം. കസ്റ്റാർഡ് നല്ല കട്ടിയിൽ തന്നെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു ലെയർ കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിൽ ജാമാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് കസ്റ്റാർഡാണ്. മൂന്നാമത്തെ ലെയറിലേക്ക് നമ്മൾ വിപ്ഡ് ക്രീമാണ് വെക്കുന്നത്. വിപ്ഡ് ക്രീം തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം വാങ്ങിച്ചിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം 1 ഇഞ്ച് തിക്നെസ്സിലൊന്ന് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ മറ്റേ അവസാനത്തെ ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഭാഗത്തിൽ ഒരു കൂടാരം പോലെ നല്ല ആർച്ച് ഷേപ്പിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഡോം ഷേപ്പിലാണ് ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഐസിങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ റെഡിമെയ്ഡായിട്ടാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലാതെങ്കിൽ ഹോം ഷീറ്റ് ആണെങ്കിൽ നമ്മൾ കാണിച്ച അതേ റെസിപ്പി ഇതുപോലെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസിങ് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. അപ്പം കുറച്ച് ഒരു ക്രാക്ക് വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കവറപ്പ് ചെയ്യാം. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഐസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആൽമണ്ടിൻ്റെ ഒരു ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ സാധാരണ ഫോണ്ടൻ്റൊക്കെ ചെയ്യുന്ന കേക്കിൽ ഷുഗർ ടേസ്റ്റ് ആയിരിക്കും ഫോണ്ടൻറ്റിന്. പക്ഷേ അതിനെക്കാട്ടിലും നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഐസിങ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എക്സസ് ആയിട്ട് വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഡിസൈനൊക്കെ യൂഷ്വലി ഇങ്ങനെ ഒരു ഡോം ഷേപ്പിലാണ് ഇവിടെ ഡിസൈൻ വരാറുള്ളത്. ഇനി അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വിപ്ഡ് ക്രീം ബാക്കി വന്നത് വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഇതിൽ നമ്മളൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സൈഡിൽ.
ഇനി ഇതിന് മുകളിലായിട്ട് പൗഡർഡ് ഷുഗറൊക്കെ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ പിങ്ക് ഐസിങ് വെച്ചിട്ട് ഒരു ഫ്ലവറും ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയാണ്. നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം ഇതുവരെ നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കാണാനും കഴിക്കാനും നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സ്വീഡിഷ് പ്രിൻസസ് കേക്ക് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്